ഗൈസ്, സോളാർ ക്യാമറ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ടൊരു സോളാർ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ അതിന്റെ A to Z എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് എങ്ങനെ ചെയ്യാനുള്ളത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് ഒന്ന് സോളാർ ക്യാമറ, ഇതിന്റെ പാനലും ഉണ്ടാവും, ക്യാമറയും ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഇത് സിം ഇട്ട് യൂസ് ചെയ്യുന്നതാണ്. സോളാർ ക്യാമറ ഒരുവിധം എല്ലാ ക്യാമറാസും സിം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് നെറ്റ് റീചാർജ് ചെയ്ത സിം കാർഡ് വേണം. പിന്നെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടിയിട്ട് മെമ്മറി കാർഡ്. നമ്മൾ ഡബിൾ ലെൻസ് ആണ് ഇത് വരുന്നത്. സോ നമുക്കിത് ഒരു 128 GB മിനിമം ഇട്ടാൽ ഏറ്റവും ബെസ്റ്റ്. ഒരു 7 ഒരാഴ്ചന്റെ അടുത്തേക്ക് ബാക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതാണ്. സോ ഇതിന്റെ ഫിസിക്കൽ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണ് നമ്മുടെ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. സോ നമ്മൾ ഇൻസ്റ്റലേഷൻ എങ്ങനെയുള്ള സാമ്പിൾ ആയിട്ട് നമ്മളിവിടെ A to Z കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കാണിച്ചു തരുന്നതാണ്. പക്ഷെ നമ്മൾ ചുമലിങ്ങനെ പിടിപ്പിക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കണക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. സോ നമ്മൾ ഈ സോളാർ ക്യാമറയുടെ ബോക്സ് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. ഇതിനകത്ത് അതിന്റെ യൂസർ മാനുവൽ ഉണ്ട്. ഈ കാണുന്നതാണ് ക്യാമറയുടെ പാനൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് 12,000 mAh ബാറ്ററി ഉണ്ട്. അതുകൊണ്ട് ഒരു ദിവസം വെളിച്ചം തട്ടിക്കഴിഞ്ഞാൽ അത് രാത്രി കംപ്ലീറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. വേറെ കംപ്ലൈൻസും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ബാക്കപ്പിന്റെ ഇഷ്യൂസോ കംപ്ലീറ്റ് വർക്ക് ചെയ്യാത്ത ഇഷ്യൂ അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഈ ഒരു മോഡലിന്റെ പ്രത്യേകതയാണ്. മറ്റു പല സോളാർ ക്യാമറ ചില സമയത്ത് രാത്രി കംപ്ലീറ്റ് ബാറ്ററി ബാക്കപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ കൊടുത്തത് ക്യാമറാസിൽ ഇതുവരെ ആ സിറ്റുവേഷൻ വന്നില്ല, കാരണം അങ്ങനത്തെ നമ്മൾ കൊടുക്കാറില്ല. സോ നമുക്ക് ഇതിന്റെ ബാക്കിലേക്ക് വരാം. ഇതൊക്കെ അതിന്റെ കൂടുതലുള്ള പാർട്സ് എടുത്ത് എങ്ങനെയാ വെക്കേണ്ട ചെയ്യേണ്ടത് നമ്മൾ കാണിച്ചു തരാം. ഇതാണ് ക്യാമറ നൈസായിട്ട് ഞാൻ ആദ്യം പുറത്തേക്ക് എടുക്കാം. ഇതാണ് ഇപ്പൊ ഇതിനകത്ത് വരുന്നത്. ക്യാമറയാണ്, പാനലാണ്. ഇതിനുള്ള നമുക്ക് ആവശ്യമുള്ളത്. ഇതൊക്കെ പിന്നെ സ്ക്രൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ക്യാമറ എത്രയാണ് വരുന്നത്? ഇതിന്റെ ആന്റിന ഉണ്ടോ സിമ്മിന്റെ. ഇത് എപ്പോഴും നമ്മൾ പൊക്കി വെക്കണ്ട. അതായത് നമുക്ക് ഇതിന്റെ റിസീവ് ചെയ്യുന്നത്, അതായത് റേഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇത് വരുന്നത് കേട്ടോ, നമ്മളെ ആന്റിനാസ് വരുന്നത്. ഇപ്പൊ നമ്മൾ ബോക്സിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ ക്യാമറ എങ്ങനെയായിരിക്കും. ഇതിന്റെ താഴെ കണ്ടോ, ഇതാണ് ഇതിന്റെ പവർ ഓൺ ബട്ടൺ വരുന്ന സമയത്ത് ചെറിയൊരു ചാർജ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മളിത് കണ്ടോ, ഇതാണ് ചാർജിങ് പോർട്ട്. നമ്മൾ സോളാറാണ്, ചാർജിങ്ങിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ പാനൽ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുക്കാവുന്നതാണ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേറെ എന്താ വെച്ചാൽ നമ്മൾ ഈ സാധനം വരുന്ന സമയത്ത് ഇതിനകത്താണ് ബാറ്ററി ഉണ്ടാവുക. നമുക്ക് ഹാർഡായിട്ട് ചുമ്മാ കുലുക്കാനും അങ്ങനെ ചെയ്ത് ഡാമേജ് ആക്കരുത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കുത്തിയിട്ട് നോർമൽ നമ്മൾ ടൈപ്പ് C കുത്തിയിട്ട് ഒരു 2-3 മണിക്കൂർ ചാർജ് ചെയ്യുക. അതായത് നമ്മൾ ഇനീഷ്യലി ക്യാമറ നമുക്ക് കിട്ടുന്ന സമയത്ത് ബാറ്ററി, അതായത് നമ്മൾ മൊബൈലൊക്കെ വാങ്ങിക്കുന്ന പോലെ ഫസ്റ്റ് ഒന്ന് ഫുൾ ചാർജ് ആക്കുമല്ലോ, അതുപോലെ നമ്മൾ ഫുൾ ചാർജ് ആക്കിയിട്ട് നമുക്ക് പാനൽ കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊഫേന്റെ ഡബിൾ ലെൻസ് വൈഫൈ ക്യാമറ നമ്മൾ ഇതേപോലെ ചെയ്തിട്ട് നമ്മൾ ചാർജ് ചെയ്യാതെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് അപ്പം തന്നെ സാധനം ഡെഡായി പോയി. സോ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരാതിരിക്കാനാണ്. സോ പിന്നെ ക്യാമറയുടെ ഈ താഴ്ഭാഗത്ത് ക്യാമറ എങ്ങനെയായിരിക്കും, ഇതിന്റെ താഴ്ഭാഗത്ത് റബ്ബർ ഉണ്ടാവും. ഈ റബ്ബർ റിമൂവ് ചെയ്യുക. ഇതിനകത്താണ് നമ്മൾ മെമ്മറി കാർഡും ക്യാമറയും സിമ്മും ഇടുന്നത്. ഈ താഴെ ഈ കാണുന്നതാണ് സിമ്മിന്റെ സ്ലോട്ട്. നമ്മളിത് കുറച്ച് അകത്താണ്, നമുക്ക് ശ്രദ്ധിച്ചിടണം. ഈ ചെറുത് കയറുന്നത് സിമ്മും വലുത് വരുന്നത് മെമ്മറി കാർഡുമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെറിയൊരു ബക്കർ എടുത്തിട്ട് അത് റിമൂവ് ചെയ്യണം. അതിൽ ആദ്യം സിമ്മിന്റെ ഷേപ്പിലുള്ള ഒരു ചെറിയൊരു കാർഡ് അതിനകത്ത് ഉണ്ടാവും. ആ സിമ്മിന്റെ ഷേപ്പിലുള്ളത് നമ്മൾ എടുത്തിട്ട് കളയാണ്. ഇതിന്റെ ആവശ്യമില്ല ചേർക്കാൻ, നമുക്ക് ജസ്റ്റ് ഒരു സാമ്പിളിൽ ഒരു കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ സിം കാർഡ് എടുത്തിട്ട് ആ സെയിം സ്ലോട്ടിലോട്ട്, ചെറിയ സ്ലോട്ടിലോട്ട് ഇടുന്നതാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, നമ്മൾ മൊബൈലിൽ ഇടുന്ന പോലെ തന്നെ. ഇപ്പോൾ സിമ്മൊക്കെ കയറിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് പിന്നെ കൈയോടെ തന്നെ നമുക്ക് എത്തുന്നതാണ്. ഓക്കെ, രണ്ടും ചിപ്പ് ആ ഗോൾഡൻ കളർ വരുന്ന മെമ്മറി കാർഡിന്റെ സിമ്മിന്റെയും ഭാഗം, അതായത് ഈ ബോർഡിനോട് ചാരിയിട്ട് ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇടണം. അത്രേ ഉള്ളൂ, നമുക്ക് ഇട്ടാൽ മനസ്സിലാവും.
കറക്റ്റ് സ്യൂട്ടബിൾ ആണെങ്കിൽ അത് ഇറങ്ങി പോകുക, അല്ലെങ്കിൽ അത് ഇറങ്ങി പോവുക. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് റബ്ബർ ക്ലോസ് ചെയ്യും. ഇപ്പൊ സിമ്മ മെമ്മറി കാർഡ് ഇതിനകത്ത് കിട്ടും. ഇനി ഇത് പവർ കൊടുത്ത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അതായത് മെയിൻ സംഭവം എന്താ വെച്ചാൽ നമുക്ക് ജസ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ എവിടെയാണ് പൈപ്പിലാണോ അല്ലെങ്കിൽ എവിടെയാണ് ഇത് വെക്കുന്നത്, മിക്കവാറും പൈപ്പ് അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലല്ലേ വെക്കുന്നത്. ഈ ക്യാമറ എങ്ങനെ വെക്കുക, ഇത് നമ്മളെ പാനലാണ് കേട്ടോ. ഇത് അതിന്റെ കൂടെയുള്ള സ്റ്റാൻഡാണ്. ഈ പാനലും ക്യാമറ സെപ്പറേറ്റ് ആണ്. ഈ പാനലിൽ നിന്നുള്ള ഈ കണക്ഷൻ നമ്മൾ ക്യാമറയിലേക്ക് കൊടുക്കാനുള്ളതാണ് ലോജിക്ക്. ഇത് പാനലിന്റെ സ്റ്റാൻഡാണ്. ഇത് ഇങ്ങനെയായിരിക്കും വരിക. ജസ്റ്റ് കാണിച്ചു. സോ നമ്മൾ ഇത് ഇങ്ങനെ പിടിക്കുക. അതായത് ഇത് ക്യാമറ ഇവിടെ കൊടുക്കുന്നത് ഇത് സ്റ്റാൻഡാണ്. സോ നമ്മൾ ഇത് ടൈറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതിങ്ങനെ താഴേക്കും മുകളിലോട്ടോ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എപ്പോഴും പാനലിൽ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. പാനലിൽ ഇങ്ങനെ വന്നിട്ട് ഇതാ കുറച്ച് ചെരിവുള്ള രീതിയിൽ ഇങ്ങനെ ആയിരിക്കും നമുക്ക് വേണ്ടത്. സോ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത് വെച്ചാൽ ഇങ്ങനെ പിടിക്കുക, എന്ത് ചെയ്യുക, അതിന് താഴെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്താ സ്റ്റാൻഡ് ടൈറ്റ് ആയി. പിന്നെ എന്ത് ചെയ്യുക, സ്റ്റാൻഡിനെ നേരെ ഇങ്ങനെ പിടിപ്പിക്കുക. ഓക്കെ, ഞാൻ കുറച്ച് ടൈറ്റ് ചെയ്തിട്ടുള്ളൂ, അത്യാവശ്യം നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇതാ ഞാൻ പാനല് കുറച്ച് ചെറിഞ്ഞിരുന്ന രീതിയിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ. ഇതിനകത്തേക്ക് ലോക്കായി നിൽക്കണം. സോ ഈ ലോക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് കയറും. ഓക്കെ, സോ ഇത് ഇനി ഇങ്ങനെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളെ ക്യാമറ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ക്യാമറ ഇതാ, പാനൽ ഇതാ. ഈ പാനലിൽ നിന്നുള്ള പവർ ക്യാമറയിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഇതാണ് ക്യാമറയുടെ ബാറ്ററി. ഈ ബാറ്ററിയുടെ താഴെ ആയിരിക്കും നമ്മൾ പവർ കൊടുക്കുക. സോ നമുക്കിത് ഇവിടെ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു ചെറിയൊരു ഹോൾഡ് ഇതുവഴി തന്നെ കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം അകത്തോട്ട് കയറും. ഇത് ജസ്റ്റ് ക്യാമറ ഓൺ ആക്കുക, ആദ്യം പവർ കൊടുത്തിട്ട് പിന്നീട് ഓൺ ആക്കിയാൽ മതി. സോ നമ്മളിപ്പോ അത് ചെയ്യാണ്. നമ്മളിപ്പോ ജസ്റ്റ് കംപ്ലീറ്റ് ഓപ്പൺ ആക്കിയാണ്, നമുക്ക് ആവശ്യമുള്ളപ്പോ പവർ കൊടുത്താൽ മതി. സോ നമ്മൾ ഇങ്ങനെ ചെയ്യണം. സെലക്ഷനുകൾ ചെയ്യുമ്പോൾ അത് ഇതുവഴി തന്നെ കൊടുക്കണം. സോ പാനലിൽ ജസ്റ്റ് കണക്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ടൈപ്പ് സി പോർട്ടിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ സിമ്മ് മെമ്മറി കാർഡൊക്കെ ഇട്ട് ക്യാമറ ഇങ്ങനെ സെറ്റ് ചെയ്തു. സോ ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ എവിടെയാണ്, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും. താഴെ ക്യാമറ വെക്കുന്ന അതിന് കുറച്ച് മുകളിലായിട്ട് നമുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ബേസ് തട്ടുന്ന രീതിയിൽ ഇത് പാനലിങ്ങനെ വെക്കുക. ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഗ്യാപ്പിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്യാമറയുടെ ക്യാപ്പ് വരുന്നുണ്ട്. അതിപ്പോ നമ്മള് കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ക്യാമറയുടെ ക്യാപ്പ് വെക്കാം. ക്യാമറയിലോട്ട് ഡയറക്റ്റ് വെള്ളം തട്ടായിരിക്കും നമുക്ക് യൂസ് ചെയ്യാം. സോ അതിന്റെ ആവശ്യമില്ല. ഈ പാനലിന് അത്യാവശ്യം കവറിംഗ് ഉണ്ട്. നമുക്ക് വാട്ടർ റെസിസ്റ്റന്റ് ആണ് ക്യാമറ. സോ അതിന്റെ വലിയ ഇഷ്യൂസ് ഒന്നും സോളാർ ക്യാമറാസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഡബിൾ പ്രൊട്ടക്ഷൻ നിലയ്ക്ക് നമുക്ക് ക്യാപ്പ് വെച്ച് കൊടുക്കാവുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത് നമ്മൾ ക്യാമറ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഈ പോർട്ടിൽ തന്നെ ടൈപ്പ് സി നിങ്ങളത് കണക്ട് ചെയ്തിട്ട് അത്യാവശ്യം 2 മണിക്കൂർ ചാർജ് ചെയ്യാം കേട്ടോ. നല്ല ഹൈ വോൾട്ടുള്ള ടൈപ്പ് സി കൊണ്ടല്ല, നോർമൽ സ്പീഡുള്ള നോർമൽ ടൈപ്പ് സി ചാർജർ കൊണ്ട് നമ്മൾ ചാർജ് ചെയ്ത് ഒരു 2 മണിക്കൂർ ചാർജ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാനലിന് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഓൾറെഡി ഇതിനകത്ത് കുറച്ച് ചാർജ് ഉണ്ട്. സോ നമ്മൾ ഈ പാനൽ തൽക്കാലം ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല. പാനൽ ഒഴിവാക്കിയിട്ട് നമ്മുടെ കണക്ഷൻ പാനൽ വെച്ചാൽ എല്ലാവരും ഓക്കെയാണ്. നമുക്ക് ജസ്റ്റ് കണക്ഷൻ കൊടുക്കുക കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മൾ തൽക്കാലം പാനൽ ഇല്ലാതെ തന്നെ ഇതിൽ ഓൾറെഡി കുറച്ച് ചാർജ് ഉണ്ട്. സോ നമ്മൾ ഇത് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇവിടെ പവർ ഓൺ ആക്കി കഴിഞ്ഞാൽ ക്യാമറ ഇവിടെ ലൈറ്റ് ഓൺ ആയി. ദാറ്റ് മീൻസ് ക്യാമറ പവർ എത്തിയിട്ടുണ്ട്. പവർ ഉണ്ട് ഇതിനകത്ത് ഓൾറെഡി. SIM card detected successfully. Connecting to the network. Please wait. Network connection failed. Please check the network environment. സോ ഇപ്പൊ നെറ്റ്വർക്ക് കണക്ഷൻ Internet connected. Welcome to use cloud camera. ഓക്കെ, സോ ഇന്റർനെറ്റ് കണക്റ്റഡ് എന്ന് ഇപ്പൊ ക്യാമറ ലൗഡ് സ്പീക്കറിൽ പറഞ്ഞു. സോ ദാറ്റ് മീൻസ് ക്യാമറയിൽ സിം ഇട്ട് എല്ലാം ഓക്കെ ആയി, നെറ്റ്വർക്ക് കണക്ട് ആയി. ഇനി നമുക്ക് ക്യാമറ നമ്മളെ ഫോണിലേക്ക് ആഡ് ചെയ്യണം. അതിന് നമുക്കൊരു ആപ്ലിക്കേഷൻ, ഓരോ ക്യാമറക്ക് ഓരോ ആപ്ലിക്കേഷൻസ് ആയിരിക്കും. ഇതിന് നമുക്ക് വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹൈ ഈസി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് നമ്മളൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക. ശേഷം നമ്മൾ ഇതിനകത്ത് ഒരു ബാർകോഡ് വരുന്നുണ്ട്. ആ ബാർകോഡ് ആ ക്യാമറക്കകത്ത്
ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അതെങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വ്യൂ ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് ആയിട്ട് വീഡിയോയിൽ കാണിക്കാം. സോ ഇതിന് ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, ഇത് ജസ്റ്റ് ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആഡ് ചെയ്യാം. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്.